Every dream celebration deserves a grand entrance, from timeless Rolls-Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. ലൈസൻസ് പുതുക്കിയില്ല. മത്സ്യബന്ധന വള്ളത്തിന് 2.5 ലക്ഷം പിഴയിട്ടു. പ്രതിഷേധവുമായി വള്ളങ്ങൾ കൊച്ചി അഴിമുഖം ഉപരോധിച്ചു. ലൈസൻസ് പുതുക്കുവാൻ ഒരു ദിവസം വൈകിയതിന്റെ പേരിൽ ജപമാല എന്ന വള്ളം പിടിച്ചെടുത്ത് 2.5 ലക്ഷം രൂപ പിഴയിട്ടതിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ അഴിമുഖത്ത് ബോട്ടുകൾ കൂട്ടിക്കെട്ടിയിട്ട് പ്രതിഷേധിച്ചു. ഇതുമൂലം റോറോ സർവീസ് ഏറെ നേരം സ്തംഭിച്ചു. വ്യാഴാഴ്ച അവധി ദിവസമായതിനാൽ ഫിഷറീസ് ഉദ്യോഗസ്ഥർ ഓഫീസിൽ ഇല്ലാത്ത അവസ്ഥയുമുണ്ടായിരുന്നു. ഇതുമൂലം റോറോ സർവീസ് സ്തംഭനം മാത്രമല്ല, മറ്റു മത്സ്യബന്ധന യാനങ്ങൾക്കും വിനോദസഞ്ചാര യാനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഞങ്ങൾക്ക് പണിയില്ല, ആകെ 4 മാസം പണിയുള്ളൂ. ഇപ്പോഴാണ് എന്തെങ്കിലും കിട്ടുന്നത്. ആ കിട്ടണ സമയത്ത് ഞങ്ങൾ പെർമിറ്റ് ഫീസൊക്കെ അടച്ചോളാം സാറ്, ഞങ്ങൾക്ക് 2 ദിവസം അവധി താന്ന് പറഞ്ഞിട്ട് അതനുസരിക്കാതെ ഞങ്ങളെ പിടിച്ച് കെട്ടിയിട്ടേക്കാണ്. ഞങ്ങൾക്ക് 10 പൈസ കിട്ടാൻ തരൂല, ആകെ കടത്തിലാണ്. എല്ലാ സഹകരണ സംഘം, മത്സ്യഫെഡ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, ബാങ്കുകളിലൊക്കെ ഞങ്ങൾക്ക് വലിയ കടത്തില്ല, ഞങ്ങൾ വലിയ ബാധ്യതയിലാണ്. ഞങ്ങളപ്പോൾ ഒരു അവധി ചോദിച്ചു, സാറേ ഞങ്ങൾ പെർമിറ്റ് ഫീസ് അടക്കാൻ തയ്യാറാണ്, ഞങ്ങൾ നാളെ അടച്ചോളാം, ഞങ്ങളെ ഒന്ന് വിട്ടുതാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ തൊഴിലാളികളെയും ആ വള്ളവും പിടിച്ച് കെട്ടി. ആ വള്ളം അവിടെ കിടന്ന് ഇടിച്ച് പൊളിയാണ്, സർവ്വനാശനഷ്ടമാണ് ഉണ്ടായേക്കണത്. ഇത് ആരും ഉത്തരവാദിത്തം പറയും? ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ഞങ്ങളെ ശിക്ഷിക്കുകയാണ് ഇപ്പോൾ ചെയ്തേക്കണത്. അന്ന് പ്രളയം വന്നപ്പോൾ ഈ കാണാവുന്ന വള്ളങ്ങളെല്ലാം പോയി എല്ലാവരെയും രക്ഷപ്പെടുത്തിയാണ്. അന്ന് ഞങ്ങളോട് ചോദിച്ചില്ല, എങ്ങനെ നിങ്ങളുടെ കയ്യിൽ പെർമിറ്റ് ഉണ്ടാ അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ടാ, നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്നൊന്നും ഞങ്ങളോട് ചോദിച്ചില്ല. നിങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ട് എല്ലാ വള്ളവും പോയി രക്ഷപ്പെടുത്തിയാണ് ഇപ്പം ഞങ്ങളെ ശിക്ഷിക്കാൻ നടക്കുന്നത്. ഞങ്ങളുടെ പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടി, ഞങ്ങളുടെ ലൈസൻസ് ഫീസ് കൂട്ടി. ഈ ഗവൺമെൻറ്, ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഞങ്ങളെ പെർമിറ്റ് ഫീസ് 9,000 എന്നുള്ളത് 15,000 ആക്കി. ക്ഷേമനിധി വിഹിതം 7,000 എന്നുള്ളത് 13,500 ആക്കി. ഞങ്ങളുടെ എന്താണ് ഫണ്ട് ബോർഡിൽ ഞങ്ങളുടെ ക്ഷേമനിധി വിഹിതം 100 രൂപ എന്നുള്ളത് ഞങ്ങളുടെ 300 ആക്കി. 200 രൂപ എന്നുള്ളത് 600 ആക്കി. എല്ലാ കാശും കുത്തനെ കൂട്ടിയൊക്കെയാണ്. പിഴിഞ്ഞ് ഇപ്പം മത്സ്യത്തൊഴിലാളികളെ പിഴിഞ്ഞ് വലിയൊരു സംഭവം മാറിയൊക്കെയാണ്. ഞങ്ങൾ വലിയ ബാധ്യതയിലാണ്. ഞങ്ങൾക്ക് നിൽക്കക്കള്ളിയില്ല. ഞങ്ങൾ ഈ അന്താരാഷ്ട്ര ചാനലിൽ ഞങ്ങൾ ഇവിടെ കിടക്കാൻ പോവുകയാണ്. ഞങ്ങളിങ്ങനെ പിടിക്കാൻ നിന്നാൽ ഞങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരും? 2.5 ലക്ഷം രൂപയാണ് ഫൈൻ ചോദിക്കണത്. ഞങ്ങളുടെ ഒരു ദിവസം ഒരു അവധി ഞങ്ങൾ ചോദിച്ചിട്ട് തരാതെ ഈ 2.5 ലക്ഷം രൂപ ഫൈൻ അടക്കാനായിട്ട് ഞങ്ങൾ ഇതിന് മാത്രം മീനുണ്ട് കടലിൽ. ആകെ 12 മാസത്തിൽ 4 മാസമാണ് ഇപ്പോൾ ക്യാച്ചിങ് ഉള്ളത്. ഈ ട്രോൾ ബാൻ സമയത്ത് 10 പൈസ കിട്ടില്ല, ചെമ്മീൻ ഉണ്ടായില്ല, കടലിൽ മീനുകൾ ഉണ്ടായില്ല. അതുപോലെ തന്നെ ഈ ബോട്ടുകൾ, ഈ കപ്പൽ മുങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ തുടർന്ന് ഫിഷറീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ 2.5 ലക്ഷം രൂപ പിഴ ചുമത്തിയത് റദ്ദാക്കി ലൈസൻസ് ഫീസ് മാത്രം അടച്ചാൽ മതിയെന്ന് തീരുമാനിച്ചതായാണ് വിവരം. തുടർന്ന് റോറോ സർവീസ് പുനരാരംഭിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.